എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. UAEക്ക് പിന്നാലെ ഖത്തറും തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. 2022 നടക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ഖത്തർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കഫാലത്ത് പോലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെ തൊട്ടുതലോടുക മാത്രമാണ് ഖത്തറും ചെയ്തിരിക്കുന്നത്. പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇനിയും ഖത്തർ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് പ്രവാസ ലോകത്തിന് പറയാനുള്ളത്. ഈ ഓർമ്മപ്പെടുത്തലോടെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2030 വരെ 15 വർഷത്തേക്കുള്ള വികസന അജണ്ടയിൽ പ്രവാസികളുടെ ഉന്നമനം പ്രധാന വിഷയമാകണമെന്ന സന്ദേശത്തോടെ 8ാമത് ഗ്ലോബൽ ഫോറം ഓൺ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് നടന്നു. പ്രവാസവും പ്രവാസികളും യൂറോപ്പ് ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിഷയമായിരിക്കുന്ന സമകാലികാവസ്ഥയിൽ യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന മുഖ്യകണ്ണിയായ തുർക്കിയിൽ തന്നെ GFMD നടന്നത് ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. ലോകത്തിന്റെ 150 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവൺമെന്റേതര പ്രതിനിധികൾക്കൊപ്പം പ്രവാസലോകം പ്രതിനിധികളായ PM ജാബിർ, തോമസ് മാത്യു കടവൽ, റഫീഖ് റാവുത്തർ എന്നിവരും GFMDയുടെ ഭാഗമായി. പ്രവാസത്തിന്റെ മഹായാനത്തിൽ തുർക്കി കടൽ തീരത്ത് രക്തസാക്ഷിയായ ഐലീൻ കുർദിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചാണ് 8ാമത് ഗ്ലോബൽ ഫോറത്തിന്റെ പീപ്പിൾസ് ആക്ഷൻ മൂവ്മെന്റ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുർക്കി പ്രധാനമന്ത്രി അഹമ്മദ് ദാവൂദ് ഗ്ലോബൽ ഫോറം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും വികസനത്തിൽ പ്രവാസ തൊഴിലാളികൾക്കുള്ള പങ്കും ഊന്നിപ്പറഞ്ഞു. 20 ലക്ഷത്തോളം സിറിയൻ, ഇറാഖി അഭയാർത്ഥികൾക്ക് താവളമൊരുക്കിയ തുർക്കിയുടെ നിലപാടിന് ആഗോള പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. മൈഗ്രന്റ് ഫോറം ഏഷ്യയുടെ പ്രതിനിധികൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ച ഗ്ലോബൽ ഫോറത്തിൽ സെന്റർ ഫോർ മൈഗ്രന്റ് അഡ്വക്കസിയുടെ ഏലിയൻ സെന പീപ്പിൾസ് ഗ്ലോബൽ ആക്ഷനിൽ ആശംസാ പ്രസംഗം നടത്തി. പ്രവാസലോകം പ്രതിനിധികളായ PM ജാബിർ, തോമസ് മാത്യു കടവിൽ, റഫീഖ് റാവുത്തർ, കേരളത്തിൽ നിന്നും ഡോക്ടർ ഹൃദയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. റഹിമ നവോദയ അംഗം സുരേഷ് ബാബുവിന്റെ കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്തു. തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയായിരുന്ന സുരേഷ് ബാബു 30/5/2015 രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് സൗദി അറേബ്യ കിഴക്കൻ പ്രവിശ്യയിലെ റഹിമ അൽതാഫി ആശുപത്രിയിൽ വെച്ച് നിര്യാതനായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി റഹിമയിൽ ഖാസ് അറേബ്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. റഹിമ നവോദയ സനയ്യ യൂണിറ്റ് അംഗവുമായിരുന്നു. സുരേഷ് ബാബുവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് രാജീവ്, നവോദയയുടെ അംഗമായിരിക്കെ മരണപ്പെടുന്നവർക്ക് നൽകി വരുന്ന 1 ലക്ഷം രൂപയുടെ ചെക്ക് ഭാര്യ സുജ സുരേഷ് ബാബുവിന് നൽകി.
റഹിമ നവോദയ ഏരിയ സെക്രട്ടറി പ്രസാദ് അധ്യക്ഷനായിരുന്നു. 2015 ഫെബ്രുവരിയിൽ സൗദിയിലെ തായിഫ് ഹോസ്പിറ്റലിൽ പ്ലാനിംഗ് എഞ്ചിനീയറായി ജോയിൻ ചെയ്ത മധുര സ്വദേശി ഭൂമിനാഥൻ 1 മാസത്തിനു ശേഷം ജോലി രാജിവെച്ചു. പിന്നീട് ഏപ്രിൽ 18 ഇദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു. ബന്ധുക്കളിൽ ഒരാൾ സൗദിയിൽ നേരിട്ട് ചെന്ന് അന്വേഷിച്ചിട്ടും പത്രങ്ങളിൽ വാർത്ത നൽകിയിട്ടും ഭൂമിനാഥനെ കുറിച്ച് പ്രത്യേകിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ഭൂമിനാഥൻ എവിടെയെന്ന ചോദ്യവുമായാണ് അമ്മയും സഹോദരി ഭർത്താവും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ഭൂമിനാഥന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന ഇവരോട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ചോദിച്ചറിയാം. வேலைக்கு போன இடத்துல அந்த சாப்பாடு அவனுக்கு சரியில்லை. அப்போ வேலையை ரிசைன் பண்ணிட்டு, ஏன்னா எல்லாருமே இந்தியன்ஸ் யாருமே இல்லை, எல்லாருமே அரேபியன்ஸ் இருந்தாங்க. அதனால இவனுக்கு அதுவும் பிடிக்கல, சாப்பாடும் ஃபுட்டும் பிடிக்கல. பிளானிங் என்ஜினால சைட்டுக்கு வேற போச்சனால இவனுக்கு ஒரு மாதிரி மனசு, அதனால வேலையை ரிசைன் பண்ணிட்டு என்னை ஊருக்கு அனுப்புங்கன்னு சொல்கிறான். அனுப்பவே டைம் ஆகாது, 1 மாதம் ஆகுது. அப்படியே மனசு இதாகி போனவன் தான். இன்னும் எந்தவித கம்யூனிகேஷன் இல்லை. அப்புறம் இவங்கெல்லாம் போய் தேடி போனாங்க, கிடைக்கல. Why he is not come back? So the reason is Tamil. அவட வந்து எக்ஸிட் விசா கேட்டு 1 மாதமாய் கம்பெனியில் பூமிநாதன் ஹெச்ஆர்டு கேட்டது. அது எக்ஸிட் விசா கொடுக்கப்பட்டில் அவர் மைண்டு டிப்ரெஸ் ஆகி ஃபுட்டு சரியில்லை, ஃபுட்டு சாப்பிடாமல் 1 வீக் ரூம்லேயே இருந்து டென்ஷன் ஆகி டிப்ரெஸ் ஆகி எப்போ விடுவாங்க, எக்ஸிட் விசா கிடைக்கும் அப்படி சொல்லி அவர் ரொம்ப டிப்ரெஸ் ஆகிட்டார். இந்த டிப்ரெஷனில் ரூம்மேட் என்ன சொல்லிட்டாரு, ஹெச்ஆர்கிட்ட கம்யூனிகேட் பண்ணி இந்த மாதிரி உடம்பு சரியில்லை பூமிநாதனுக்கு, ஸோ இவர் உங்கள் கஸ்டடியில் எடுத்துக்கங்க அப்படின்னு சொன்னோன்னா அவங்க தாய்ஃப் ஹாஸ்பிட்டலில் உள்ள சைட் உள்ள ஹாஸ்பிட்டலில் இவரை அட்மிட் பண்ணி இவரை ட்ரீட்மெண்ட் ஸ்டார்ட் பண்ணாங்க. ஸ்டார்ட் செய்ததில் அவர் ஒரு கம்யூனிகேஷனில் மென்டலி ஒரு ப்ராப்ளமாக இருக்கா இல்லையான்னு சொல்கிறதுல மென்டல் ஹாஸ்பிட்டலில் சேர்த்து டெஸ்ட் பண்ணுவோன்னு சொன்னோன்னே அவர் கொஞ்சம் பேடிச்சு போய் அங்கேருந்து வெளியே வந்த இடத்துல போலீஸ்கிட்ட மாட்டியிருக்கார். போலீஸ்கிட்ட மாட்டினது சவுதி போலீஸு. அவர் தாய்ஃபில் உள்ள சூக்கில் ஒரு இந்தியன் ஹோட்டல் உண்டு, அவட போய் ஹேண்ட் ஓவர் பண்ணியிருக்காரு லாங்குவேஜ் ப்ராப்ளம்னால. ஸோ அவங்க தமிழில் பேசுனதில் இவர் பேசியிருக்கார், இந்த மாதிரி நான் இந்த கம்பெனியில் ஒர்க் பண்ணியிருக்கேன் அப்படின்னு சொன்னோன்னே நைட்டு 12 மணி, அதாவது அங்கே உள்ள டைம், நம்மளோட டைம் 3 o'clock. அப்போ ஃபோன் வந்தது அவர் அச்சனுக்கு. ஃபோன் வந்து இந்த மாதிரி உங்கள் பையன் வந்து மிஸ் ஆகி இங்கே இருக்கார். அவர் அச்சன் வந்து அதில் ப்ராப்ளம் பேடிச்சு போய் ஏதாச்சு தெரியல சொல்லி அவர் ஃபோன் பண்ணல, காலைல இந்த அட்ரஸுக்கு கொண்டு போய் விட்டுருங்க, இதான் கம்பெனியோட அட்ரஸ்ஸு அப்படி சொன்னது. அதுக்கடுத்து நான் திரும்பி கூப்பிட்டேன் அந்த நம்பருக்கு ஹோட்டலில். அப்போது மேனேஜர் என்ன சொல்கிறார், மேனேஜர் கூப்பிட்டு போயிட்டாரு, அவர்கிட்ட பேச முடியாது, நீங்கள் அவர் படுக்க வச்சு கூப்பிட்டு போயிருக்காரு. பட் ரீசன் என்னன்னா அவங்க ஹோட்டலுக்கு வெளியே படுக்க வச்சுருக்காங்க. ஸோ வெளியே படுக்க வச்சதுனால அவர் எப்போ எந்திரிச்சு வெளியே எப்போ எங்கே போனார்னு தெரியல. இது வந்து ஏப்ரல் 19 அவர் காணும். அணைக்கல போகல. ஸோ அதுலேருந்து அவருக்கு காணாம போனார். ஸோ அதுக்கடுத்து நாங்கள் வந்து முயற்சி எடுத்து டெல்லிக்கு போய் மினிஸ்டர்ஸை பார்த்து இந்த மாதிரி ரிக்வெஸ்ட் பண்ணி எங்களுக்கு ஒரு விசா வேணும், நாங்கள் போய் சர்ச் பண்ணணும் சொல்லி விசா வாங்கிட்டு நான் போனேன். ஒருத்தர் தான் விசா தர முடியும்னு சொன்னனால 2 பேர் போக முடியல. என்னோடய ஃபாதர் இல்லாவும் நானும் போகிறதா இருந்தது பிளானு, போக முடியல. நான் போனேன். ஒரு 10 days ஃபுல்லாக அங்கே உள்ள எல்லா இடத்துலையும் சர்ச் பண்ணேன். நான் வித் நோட்டீஸோடு போனேன். நாங்கள் 5000 ரியால் ரிவார்டாக கொடுக்குறதா கூட அனௌன்ஸ் பண்ணியிருந்தோம். நாங்கள் அந்த நோட்டீஸில் டிஃப்ரெண்ட் லாங்குவேஜஸில், அரபிக், தமிழ், மலையாளம், இங்கிலீஷில் எல்லா இதுலேயும் நோட்டீஸ் நாங்கள் ஸ்ப்ரெட் பண்ணியாச்சு. அங்கே ஃபுல்லாக பெட்ரோல் பம்ப்ஸ்லேயும் சரி, எல்லா ஷாப்லேயும், ஹோட்டல்ஸ்லேயும் எல்லா இடத்துலையும் பப்ளிஷ் பண்ணியாச்சு. இருந்தாலும் எங்களுக்கு ஒரு இன்ஃபர்மேஷனும் வரல. சில இடத்துல போன இடத்துல இவரை இங்கே பார்த்தோம் அங்கே பார்த்தோம் நிறைய சொன்ன இடத்துல நாங்கள் அந்த ஏரியாவில் எல்லா இடத்துலையும் நாங்கள் வெயிட் பண்ணி டே அண்ட் நைட்டாக இருந்தாலும் லேட் நைட்டாக இருந்தாலும் சர்ச் பண்ணிட்டே இருந்தோம் ஃபுல்லாக. சில பேர் வந்து பார்த்தா நாங்கள் நேற்று வரைக்கும் பார்த்தோம் இவரை, இன்னைக்கு பார்க்கல, டெய்லி இங்கே தான் வருவார் அப்படி சொன்னது. அந்த இடத்த ஃபுல்லாக தேடணும். எல்லா இடத்துலையும் தேடினதில் நாங்கள் பத்தாததுக்கு ஃபேஸ்புக்கு, வாட்ஸ்அப்பு எல்லா இதுலேயும் நாங்கள் பப்ளிஷ் பண்ணுறோம். போகிற இடத்துல பார்த்துட்டு பூமிநாதனா அப்படின்றாங்க. எங்களுக்கு ஷாக் ஆகுது. ஸோ
உங்களுக்கு தெரியுமா எங்கே இருக்காருன்னு கேட்குறது. எங்களுக்கு வாட்ஸ்அப்பில் வந்தது, இல்லை ஃபேஸ்புக்கில் பார்த்தோம் அப்படின்னாங்க. ஸோ அங்கே உள்ள இந்தியன் எம்பசி வழியாக நாங்கள் ஹெல்ப் கேட்டு போனால அவங்க த்ரூ அவுட் தாய்ஃபு, ஜெத்தா எல்லா இடத்துலையும் அவங்க ஸ்ப்ரெட் பண்ணியிருக்காங்க மெசேஜ். பட் இருந்தாலும் அவரை காண்டாக்ட் பண்ண முடியல, கம்யூனிகேட் பண்ண முடியல. அவர் இப்போ எந்த ஸ்டேட்டஸில் இருக்காருன்னு கூட எங்களுக்கு தெரியல. அவர் திரும்பியும் கூப்பிடுதில்ல? திரும்பியும் கூப்பிடலை. அவருக்கு இப்போது மைண்டில் என்ன இருக்குது, அவருக்கு ஞாபகம் இருக்கா வீடு, இல்லை என்ன மாதிரியான ஒரு സിറ്റുവേഷൻ അവർ ഫേസിൽ இருக்காருன்னு தெரியல. പ്രവാസ ലോകം പ്രേക്ഷകരോടാണ് സൗദി അറേബ്യയിലെ ഭൂമിനാഥൻ പ്ലാനിംഗ് എഞ്ചിനീയറാണ്. അവിടെ ചെന്ന് ജോലി ഹോസ്പിറ്റലായിരുന്നു ജോലി അല്ലേ? തായ്ഫ് ഹോസ്പിറ്റൽ, തായ്ഫ് ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു പ്ലാനിംഗ് എഞ്ചിനീയറായിട്ട്. അടുത്ത ഭക്ഷണം പിടിക്കായികയും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് മെല്ലെ മാനസികമായ ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ അവിടുന്ന് പോയി ആശുപത്രിയിലായി. പിന്നെ എവിടെ പോയി എന്നൊന്നും നിശ്ചയമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവരിവിടെ വന്നിട്ടുള്ളത്. ധാരാളം മലയാളികൾ ഭൂമിദാനം കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞ പോലെ ഫാം ഹൗസിൽ പോയിട്ടോ എവിടെയെങ്കിലും ഇതായിട്ടോ, ഇവർ നേരിട്ട് പോയി. അതാണ് അവിടെയുള്ള എല്ലാ പത്രങ്ങളിലും ഇവർ കൊടുത്തു, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ഒരു കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായ കാരണം ആ നല്ല നിലയിൽ തന്നെയാണ് അന്വേഷണം കൊണ്ടുപോയതും. ഇദ്ദേഹം നേരിട്ട് പോയി, അദ്ദേഹത്തിൻ്റെ അളിയനാണ്, നേരിട്ട് പോയി. പക്ഷെ ഒരു പിടിയും കിട്ടിയില്ല എന്നുള്ളതാണ് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നിലനിൽക്കുന്നത്. നമ്മൾക്കൊരു ബാധ്യത ഉണ്ട് മലയാളികൾക്ക്. നമ്മളെ ഈ ചാനലിൽ ഏത് കാലത്തും തമിഴ് മക്കൾ വന്ന് നമ്മളെ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. നമ്മളത് വളരെ സന്തോഷപൂർവ്വം അവർക്ക് വേണ്ടി നല്ല നിലയിൽ പ്രവർത്തിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ഈ ചാനലിലൂടെ 15 വർഷത്തിലിടയ്ക്ക് തമിഴ് മക്കൾ വന്നിട്ട് അവരുടെ ആളുകളെ കാണാതായത് പിതാക്കന്മാർ, അമ്മമാർ, അച്ഛന്മാരൊക്കെ വരാറുണ്ട്, കോയമ്പത്തൂരിൽ നിന്നും മധുരയിൽ നിന്നും ഒക്കെ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ പ്രവർത്തകർ ഭൂമിനാഥന് വേണ്ടി പ്രത്യേകമായി അന്വേഷിക്കണം. അവർക്ക് വേറെ ആരും ഇല്ല. അവരവിടെ ചെന്നിട്ടൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടുള്ളതാണ്. വളരെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണമെങ്കിൽ വരാം, പക്ഷേ ഈ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് പ്രവാസലോകം പ്രവർത്തകർ തീരുമാനിക്കുക. ഭൂമിനാഥനെ കണ്ടെത്തിയാൽ കഴിയുന്നതും വേഗം ഞങ്ങളെയോ ഇവരുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുക. 2 ഫോൺ നമ്പറും ഇതിലുണ്ടാവും. ഏത് നിലയിലും എന്ത് സാമ്പത്തിക ചെലവുണ്ടെങ്കിലോ വഹിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് ഇവർ. ആളെ കണ്ടെത്തിയാൽ മാത്രം മതി. ഭൂമിനാഥനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തമിഴ് അറിയില്ല, എനിക്ക് മലയാളത്തിലാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എവിടെയുണ്ടെങ്കിലും വീട്ടിലേക്ക് വരലാണ് നല്ലത്. ഇവിടെ വന്ന ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ചെറിയ കാലത്തിലുണ്ടായ ഒരു മാനസികാവസ്ഥയാണ്. ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു, ജോലി പറ്റിയില്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നു. വളരെ എന്താ പറയുക, ബലഹീനമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഭൂമിനാഥൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ എൻ്റെ അടുത്ത് ഇരുന്ന് കരയുന്നുണ്ട്. ഭൂമിനാഥനോട് എനിക്ക് പറയാനുള്ളത്, യു കം ബാക്ക്. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ഹെൽപ്പ് യുവർ ഫാമിലി, ടു ഹെൽപ്പ് യുവർ സെൽഫ്. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. സോ ഐ ഹോപ്പ് യു വിൽ കം ബാക്ക്. സോ ഭൂമിനാഥനെ കണ്ടെത്തുന്നവർ കഴിയുന്നതും വേഗം നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി വേദനപ്പെട വയ്ക്കാമ വാപ്പാ, സീക്രം തേടി കണ്ടുപിടിച്ചു കൊടുങ്ങ നിങ്ങൾക്ക്. 2005 ബോംബെയിലെ വളനിർമ്മാണ കമ്പനിയിലേക്ക് ജോലിക്കായി പോയ കരുനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോൻ എന്ന ബാബു അവിടെ എത്തിയതായാണ് ബന്ധുക്കൾ വിശ്വസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കുഞ്ഞുമോനെ കുറിച്ച് യാതൊരു വിവരവും ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ തിരക്കിയാണ് കുഞ്ഞുമോന്റെ കൊച്ചച്ഛനും അളിയന്മാരും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കുഞ്ഞുമോനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. കുഞ്ഞുമോനിപ്പോൾ എത്ര വയസ്സായി? 32 വയസ്സ്. 10 കൊല്ലം മുമ്പ് പോയതാ? 22 വയസ്സിലാണ് പോയത്. പഠിച്ചിട്ടുണ്ടാ? 10 വരെ പോയിട്ടുണ്ട്. 10 വരെ പോയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ട്? അപ്പോൾ സാമാന്യ വിദ്യാഭ്യാസം ഉണ്ട്. 2005 മുമ്പ് തിരിച്ചു വന്നിട്ട് വീണ്ടും 2 ദിവസത്തേക്ക് പറഞ്ഞിട്ട് പോയതാ. തിരിച്ച് 2 ദിവസം ഒരു സാധനം എടുക്കാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് തിരിച്ചു പോയതാ. എന്ത് ജോലിയാ? ഗ്യാരണ്ടി വളരെ ഡൈമേക്കറാ. ഗ്യാരണ്ടി വളരെ ഡൈമേക്കറാ. സ്വഭാവം എങ്ങനെയാളെ? സ്വഭാവത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നാട്ടിലുള്ളപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 10 കൊല്ലമായിട്ട് നിങ്ങൾ തിരഞ്ഞൊന്നുമില്ല ഇയാളെ? ഇതിനിടയ്ക്ക് ഫേസ്ബുക്കിലും എല്ലാം ചെയ്യുന്നു. അഡ്രസ്സൊന്നും, ഫോൺ നമ്പർ ഒന്നുമില്ല.
ഫോൺ വിളിക്കുന്ന ഒന്നും ആളല്ല. എവിടെയാണ് എന്നുള്ളതൊന്നും അറിയില്ല, ഒന്നും അറിയത്തില്ല. വിളിക്കാറില്ല, ഇങ്ങോട്ടും ഇത് വിളിക്കാറില്ല. ആദ്യം വന്നത് തന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ കണ്ടുമുട്ടി വിളിച്ചുകൊണ്ട് വന്നതാ. അപ്പോൾ പൊതുവെ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് അല്ലേ? അതെ. വീടായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പോ അച്ഛനും അമ്മയും മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. അമ്മ ഇപ്പൊ ഈ ഒക്ടോബർ 8 മരിച്ചു. ഇപ്പൊ എത്ര ആളുള്ള സഹോദരങ്ങളില്? ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. പെങ്ങൾ മാത്രമേ ഉള്ളൂ. അവര് വന്നിട്ടില്ല? ഇല്ല, സുഖമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്താ? എന്തോ നിങ്ങൾക്ക് ഇയാളെപ്പോ ഇങ്ങനെ അന്വേഷിക്കുന്നത്? അത് ഇപ്പം ഞങ്ങൾ എല്ലാവരുടെ കൂടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നല്ല. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് ഞാൻ ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എൻ്റെ ഒരു മാമൻ ബോംബെയിലുണ്ട്. അത് 5 വർഷം മുമ്പ് ഞാൻ പുള്ളിയുടെ ഇവൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും എല്ലാം കൊടുത്തു വിട്ടായിരുന്നു. കൊടുത്തു വിട്ടപ്പം പുള്ളി അവിടെ ആരെയോ ഏൽപ്പിച്ചു. പക്ഷേ അതും അങ്ങനെ എങ്ങനെയോ മിസ്സായി പോയതങ്ങ്. പിന്നെ അതിനെപ്പറ്റി അന്വേഷണം നടന്നിട്ടില്ല. ശരിക്കുള്ള ഫുൾ നെയിം എന്താ? കുഞ്ഞുമോൻ എന്നാ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും പേര് ആരിട്ടാണ് ഇവരെ ബാബു എന്ന് അറിയപ്പെടുന്നത്. അവിടെ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ പയ്യൻ കൂടുള്ള ആ പയ്യനാണ് ഇതെല്ലാം ഡീറ്റെയിൽ എനിക്ക് തന്നത്. അവിടെ ഗോരേഗാവ് ഈസ്റ്റിലായിരുന്നു ഉള്ളത്. ആദ്യം ഗുജറാത്തിലായിരുന്നു പോയത്. ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ പണി പഠിക്കാനായിട്ട് ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കൊണ്ടുപോയതാണ്. പിന്നെ അവിടെ പണി ചെയ്യിക്കാമെന്ന ഒരു ഗുജറാത്തി യാസിൻ പട്ടേൽ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ പരിചയപ്പെട്ടാണ് ബോംബെ പോയത്. അങ്ങനെ ഗോരേഗാവിൽ ഈ വളം കമ്പനിയിലായിരുന്നു. അവിടെ നിന്നാണ് ഈ പയ്യനും എൻ്റെ വീടിനടുത്തുള്ള പയ്യനും ഇവനോട് വന്നിട്ട് ഇവൻ ഒറ്റയ്ക്കാണ് തിരിച്ചു പോയത്. തിരിച്ചു പോയതിന് ശേഷമാണ് ഒരു അറിവില്ലാത്തത്. അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു മറാഠി പെണ്ണുമായിട്ട് അങ്ങോട്ട് എന്തോ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു പെങ്ങളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അമ്മ മരിച്ചു. നിങ്ങളൊക്കെ എങ്ങനെ ബന്ധമായിട്ട് വരിക? ഇത് അവൻ അച്ഛൻ്റെ അനിയന്, ഇത് മാവൻ, അവൻ്റെ മാവൻ, ഇത് ഏറ്റവും അടുത്ത ബന്ധു, ഞാൻ അളിയൻ. എന്തായാലും കുഞ്ഞുമോൻ ബോംബെയിലാണ് ഉള്ളത് എന്നാണ് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഒരു കുടുംബമായിട്ട് കുഞ്ഞുമോൻ ജീവിക്കുന്നുണ്ടെന്നാ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കുഞ്ഞുമോനൊന്ന് പ്രത്യക്ഷപ്പെടുന്നത് നന്നായിരിക്കും. നാട്ടിലൊക്കെ ഇങ്ങനെ കാണാതാകുന്ന ആളുകളെ അന്വേഷിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് ഒരാശ്വാസമാണ് കുഞ്ഞുമോനെ പോലുള്ള ആളുകൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ദീർഘകാലമായിട്ട് കാണാതിരിക്കുന്ന ബന്ധുക്കൾക്ക് അവനവൻ്റെ രക്തബന്ധത്തിലുള്ള ആളുകളെ തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞുമോൻ ഇവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറന്നിട്ടുണ്ടാവും. കഴിയുന്നതും വേഗം കുഞ്ഞുമോൻ ഞങ്ങളുടെ മൊബൈലിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ആളുകളുമായിട്ട് ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ എന്ത് സഹായം ചെയ്യണമെങ്കിലും ചെയ്തു തരാൻ തയ്യാറാണ്. പ്രവാസലോകം പ്രവർത്തകരോ പ്രേക്ഷകരോ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഉപദേശിച്ച് നാട്ടിലേക്ക് അയക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും കുഞ്ഞുമോന്. ബാബു എന്നാണ് ഇപ്പോൾ അവിടെ വിളിക്കുന്നതെന്ന് പറയുന്നത്. ഒരു മറാഠി പെൺകുട്ടിയായിട്ട് പ്രണയം കൊണ്ട് വിവാഹം കഴിച്ചോന്നൊന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ താമസിക്കാൻ വന്നൊന്ന് കണ്ടിട്ട് പോവുക. അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ ബാബു അത്തരത്തിലുള്ള ഒരു നടപടിക്ക് തയ്യാറാകണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവരെ വളരെ സമാധാനപൂർവ്വം ഞാൻ പറഞ്ഞയക്കുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ശില്പയെ പോലുള്ളൊരു മകളെ എങ്ങനെയാണ് കൃഷ്ണൻകുട്ടി പണിക്കർക്ക് ഇത്ര വേഗം മറക്കാനാവുക? പുതിയ ജീവിതത്തിലേക്കുള്ള അവളുടെ യാത്രയിൽ അച്ഛനും കൂടെയുണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായുള്ള സമാഗമത്തിനായി പ്രവാസലോകവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. UAE എക്സ്ചേഞ്ച് പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.